ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് ലെങ്ത് കൂടെ ഇത് കുറച്ചേ ഉള്ളൂ. ഹായ്, പുതിയൊരു ഫിഷിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ലൊരു മരത്തിൻ്റെ മണ്ടയിൽ നല്ലൊരു വാഗ ഷൂട്ട് ഒന്ന് കണ്ടുപോകാം. ഹാൻഡ് മെയ്ഡ് ഡാർട്ടാണ്. നല്ല അടിപൊളി അടിയ ഒരു തടി കിടക്കുന്നുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ. അതിൻ്റെ കീഴിൽ ഇരുന്നത് അത് അവിടെ നിന്ന് ആ സൈഡ് മാറി വേറെ എങ്ങോട്ടോ മാറി. നമ്മൾ ഇച്ചിരിയേറെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ അത് ഈ ഉണങ്ങിയ കമ്പൊക്കെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ കളറാണ് അതിൻ്റെ ശരീരം മേൽഭാഗം. അതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു ഉണങ്ങിയ കമ്പാണെന്നും പറഞ്ഞ് എന്തുമായാലും നമ്മൾ അടിച്ച് കയറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചതാണ്. നല്ല അടിപൊളി അടിയായിരുന്നു. ഒറ്റ അടിക്ക് അളിയന് ഓടാൻ പറ്റിയില്ല. പുള്ളിക്കാർ അവിടെ തന്നെ കിടന്ന് അവിടെ ഒരു വള്ളി ഉണ്ടായിരുന്നു. വള്ളി ചുറ്റി നമ്മളെ ഊപ്പാട് വന്ന് പിന്നെ അവസാനം സാധനമെല്ലാം മാറ്റി ഇറങ്ങി എടുക്കേണ്ട വന്ന്. ഫിഷിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ് കേട്ടോ. ഈ മരത്തിൻ്റെ മണ്ട ആളില്ലാതെ നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര പാടാണ്. ഈ വീഡിയോ ഫുള്ളായിട്ടൊന്നുമില്ല കേട്ടോ, പകുതി മാത്രമേ ഉള്ളൂ. കാരണം ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ആരും കണ്ടു തീർക്കത്തില്ല. മാത്രമേ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ടായിട്ടിടുക ഈ വീഡിയോ. ഇപ്പം അടിപൊളിയൊരു ഷൂട്ടായിരുന്നു. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല. എന്തായാലും നമ്മുടെ ഒരു അളിയച്ചാർ കൂടെ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പണി കിട്ടിയാനെ. എന്ത് ചെയ്യാനാന്ന് പറയാം. അതൊരു വള്ളി പോലെ, അതൊരു കമ്പല്ല, ഒരു വള്ളിയാണ്. അതിൽ കയറി ചുറ്റി ആ അടിയോടെ അവിടെ നിന്ന് കറങ്ങിയതാണ്. അവിടെ കയറി ചുറ്റിപ്പോയി. അതിനെ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര നല്ല അടിപൊളി അടിയായിരുന്നു. സൂപ്പർ അടിയായിരുന്നു അതിന്. അതുകൊണ്ട് എങ്ങും ഓടിപ്പോയില്ല. അത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഡാർട്ടാണ് കേട്ടോ. 6mm ഡാർട്ട് ഹാൻഡ് മെയ്ഡ്. എന്തായാലും ഇറങ്ങി എടുത്തേ പറ്റൂ. എന്നാലും ഇനി ആ റെയിൽ സെറ്റ് കയ്യിൽ നിന്നൊക്കെ ഊരി അവിടെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങിപ്പോയി എടുത്തതിലേ പറ്റുമുണ്ടോ. അടിയിലൊരു വള്ളി പോലെ നടക്കുന്നുണ്ടോ, അതിനകത്ത് കുരിയും കിടക്കുക. എങ്ങനെയൊക്കെ നോക്കിയിട്ടും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച വള്ളി ഉൾപ്പെടെ അടിച്ചിറങ്ങി പോയെന്ന്. അടി കൊണ്ട് ആ മീനെ വള്ളി ചുറ്റിക്കളഞ്ഞു. ഭയങ്കര കഷ്ടമായിപ്പോയി. ഇറങ്ങണം താഴോട്ടൊക്കെ ഉണങ്ങിയ കമ്പുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങി പോയി എടുത്തെങ്കിലേ പറ്റൂ. ശ്രമിച്ചു നോക്കാം. ഇനിയിപ്പോൾ റീല ഊരി അവിടെയൊക്കെ സെറ്റ് ചെയ്ത് നോക്കട്ടെ. റീല് നമ്മൾ അളിയൻ്റെ കൈ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം മരത്തിൻ്റെ മണ്ടയിലെ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ പറ്റത്തില്ല, രണ്ടും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത മരത്തിലങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കവണ ഊരി ഞങ്ങൾ അളിയൻ്റെ കൈ കൊടുത്തു. ഇനി പുള്ളിക്കാരെ ഇച്ചിരി ഇട്ടുകൊണ്ടിരിക്കട്ടെ. ഇനി ഇറങ്ങി അതൊക്കെ ഇറങ്ങി താഴോട്ട് പോയി ശ്രമിച്ച് നോക്കാം. എന്തായി തീരുമെന്നറിയാതെ ഇറങ്ങി പോവുക. നമ്മുടെ വേറൊരാളുണ്ടായിരുന്നു നമ്മുടെ കൂടെ സ്ഥിരം വരുന്ന മീൻ പിടിക്കാൻ വരുന്ന നമ്മുടെ ക്യാമറമാൻ. ആ പുള്ളിക്കാരനായിരുന്നെങ്കിൽ ഇറങ്ങി താഴെ പോയേനെ. ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളിൽ അതാ ഞാൻ മിക്കവാറും ആളിനെ കൊണ്ടുപോയി മരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറിയുന്ന മീനെ അടിക്കാത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് കടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ക്യാമറയും കയ്യിരിക്കുന്നുണ്ട് പാട് വിട്ടുപോകും. ഇതുപോലൊരു വീഡിയോ കിട്ടത്തില്ല. എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ അറിയത്തുമില്ല. അങ്ങനെ ഒരാളെയും കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലെങ്കിലും കാണാമല്ലോ ഇറങ്ങിപ്പോയി എടുക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്താൽ അങ്ങനെ കിട്ടുന്നത്. അപ്പുറത്ത് പുറയിലൊരു സൈഡിലൊരു തടി ഇടുന്ന തടിയുടെ ഇടയിലോട്ട് പോകുന്നുണ്ട്. അതിന് ഇച്ചിരി നേരം നോക്കി ഇന്നതാണ്. അവിടെ മൊത്തം കമ്പും ചുള്ളിയൊക്കെ ഉണ്ട്. ഇത് നിൽക്കുന്നേ അറിയത്തില്ല. അങ്ങനെ ഒരു കമ്പിൻ്റെ കഷ്ണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അടിച്ചതാണ്. അടി കൊണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നല്ല അടിപൊളി ഒരു മീൻ. മണൽവാഹ ചെയ്ത് കേട്ടോ. എന്തായാലും അതിനെ പതുക്കെ തൂക്കണം. ഇനി എനിക്ക് മുമ്പോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ താഴെ വെള്ളത്തിൽ കിടക്കുന്ന കമ്പ് മൊത്തം ഉണങ്ങി നിൽക്കുക. ഉണങ്ങി താഴെ പോയി കഴിഞ്ഞാൽ ഒന്നത് മൊത്തം ചെളിയാണ്. അതുകൊണ്ട് ഇച്ചിരി പാട് വെട്ടാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് പറഞ്ഞ്. എന്തായാലും ഇറങ്ങി എന്തായാലും നമ്മൾ ആ മീനെ എടുത്ത് ഒരു മുളക്കമ്പ് കിട്ടി നമ്മുടെ കൈ. ആ കമ്പ് വെച്ച് പിന്നെ കുത്തി പിന്നെ റീലിൻ്റെ ഓപ്പൺ അടിച്ചിട്ടാണ് പിന്നെ അത് ബ്രൈഡ് ലൂസാക്കിയിട്ടാണ് പിന്നെ അത് വലിച്ച് എടുക്കുന്നത്. ഒരുപാട് പാടാ ഫിഷിങ്ങിന് പോയി കഴിഞ്ഞാൽ.
ഇത്രയും കഷ്ടപ്പാടായ ഫിഷിങ്ങിന്. സ്ലിംഗ് ഷോട്ടിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നം പിടിച്ച പരിപാടിയാണ്. അടി കൊണ്ട് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മളത് തീറ്റ അത് വായും കൊണ്ട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ പിടിക്കുന്നിടത്തോട്ട് വരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പ് കൊണ്ട് അടിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിനെവിടെ അടി കൊണ്ടാലും ഇത് ഓടിക്കളയും. അങ്ങനെ എവിടെയെങ്കിലും കയറി ചുറ്റി എൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരി എടുക്കും. അത് എത്ര ലോക്കായാലും ശരി തന്നെ. പക്ഷെ പെട്ടെന്നൊന്നും ചത്തു പോകത്തില്ല. അത് അങ്ങനെ കിടക്കുക മുറിവ്. ആ ഒരു പരിപാടിയിൽ ഇരുന്ന് പോയി ഇച്ചിരി പാട് പെട്ട് താഴെ ഒരു ഉണക്കക്കമ്പിലാണ് ചവിട്ടി ഇരിക്കുന്നത്. അവസാനം എൻ്റെ ഊപ്പാട് വന്നു പോയി. അങ്ങനെ ഇരുന്ന് കാത്തിരുന്ന് എന്തായാലും ഒരു വിധം നമ്മളെ ഒരു ചുറ്റഴിച്ച് രണ്ടാമത്തെ ചുറ്റ് അഴിച്ച് അതിനകത്തൂടെ മുകളിലോട്ട് എടുക്കുക. എടുത്ത് കഴിഞ്ഞാൽ എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. ചത്തില്ലായിരുന്നെങ്കിൽ കിട്ടത്തുമില്ലായിരുന്നു. എന്തായാലും കൊണ്ടുവന്ന് ഇനി മേളിൽ കയറി 2-3 കമ്പൊക്കെ ഒടിഞ്ഞു പോയി. ചവിട്ടിയ കമ്പൊക്കെ മേളിൽ കയറുമ്പോൾ കാണാൻ കാല് തെറ്റുന്നു. അങ്ങനെ ഒരു പരുവത്തിൽ കയറി പറ്റി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, മരത്തിൻ്റെ മണ്ടയൊക്കെ ഇരുന്ന് മീനെ അടിക്കുവാണെങ്കിൽ കൊണ്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും ചുറ്റ ഇതാ അവസ്ഥ. അതുകൊണ്ടാണ് മിക്കതും ഞാൻ മരത്തിൻ്റെ മണ്ട ഒറ്റയ്ക്ക് പോയി വീഡിയോ എടുക്കാത്തത്. ഇല്ലെങ്കിൽ അടിക്കുവന്നെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ കമ്പൊടിഞ്ഞു പോയണ്ടോ പുറമുണ്ടങ്ങ് ഇറങ്ങിപ്പോയി. അടിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ തലയ്ക്കടിക്കണം, ശരീരഭാഗത്തടിക്കാതെ തലയ്ക്കടിക്കുക. അപ്പോൾ ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കും. നമ്മൾ മുമ്പ് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ നമ്മൾ അടുത്തോട്ട് വരുമോ അത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും വലിയ കുഴപ്പമില്ല. നമ്മളിനി കരക്ക് കയറി. ഇനി അളിയൻ്റെ അടുത്ത് ഇനി മുമ്പോട്ട് ഇറങ്ങാനാണ് പറയുന്നത്. അങ്ങ് പുറമോട്ടിറങ്ങി താഴെ പോയി എന്നിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞേ. അങ്ങനെ പുള്ളിക്കാരങ്ങ് താഴോട്ട് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ വേണ്ടേ. മരമൊക്കെ നല്ല രീതിയിൽ നിന്ന് കാണണ്ടേ എല്ലാവർക്കും. എങ്ങനെ കയറിപ്പോയെന്ന് കണ്ടോ, ഈ കമ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറിപ്പോയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാകം ഉടനെ ഉണ്ടായിരിക്കും.